ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മിഴുവേലി ബാബുജി എഴുതിയ നോവൽ ആൻറ്റിജൻ. പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തു വന്നു നിന്ന ആംബുലൻസിലേക്ക് 2 അറ്റൻഡർമാർ ആയാസപ്പെട്ട് CI ആൽവിൻ ആൻ്റണിയെ കയറ്റി. അയാളുടെ കാൽമുട്ടിൽ 2 ഓപ്പറേഷൻ നടത്തിയിരുന്നു. 2-3 വാരിയെല്ലുകൾക്കും പൊട്ടലുണ്ടായിരുന്നു. സർവീസിൽ തിരികെ കയറിയാലും തനിക്കിനി പഴയതുപോലെ ആകാൻ കഴിയില്ലെന്ന് അയാൾ ഉറപ്പിച്ചു. ആദ്യത്തിൻ്റെ ആളുകളാവും തന്നെ ആക്രമിച്ചതെന്ന് ആൽവിൻ ആൻ്റണിക്കറിയാം. പക്ഷേ SI സക്കീർ മുഹമ്മദിൻ്റെ അന്വേഷണത്തിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. CIയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഭാര്യ എത്തിയിരുന്നു. ആംബുലൻസിലേക്ക് SI സക്കീർ മുഹമ്മദ് കയറി ചെന്നു. ആൽവിൻ അയാളെ പകയോടെ നോക്കി. തൻ്റെ അന്വേഷണം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകത്തേയുള്ളെന്ന് എനിക്കറിയാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യമായിട്ട് പോലും തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ സക്കീർ മുഹമ്മദ് മിണ്ടിയില്ല. എന്തെങ്കിലും ഒന്നും മൊഴിയടോ, പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ തനിക്ക് കഴിയുമോ? ആൽവിൻ ആൻ്റണിയുടെ ശബ്ദം മുറുകി. അതോടെ സക്കീർ മുഹമ്മദ് ചുണ്ടനക്കി. സർ, സംശയിക്കത്തക്ക നിലയിൽ പരിസരവാസികൾ പോലും ആരെയും കണ്ടിട്ടില്ല. ആദ്യത്തിനാണെങ്കിൽ എൻ്റെ ഒപ്പം ജീപ്പിലുമായിരുന്നു. അപ്പോൾ പിന്നെ വേണ്ട, CI ചീറി. എന്നും ഞാനിങ്ങനെ കിടന്നു പോകത്തൊന്നുമില്ല. എന്തു വേണമെന്ന് എനിക്കറിയാം. പിന്നെ തന്നോടൊരു അഭ്യർത്ഥനയുണ്ട്. താനിനി ഈ കേസ് അന്വേഷിക്കുകയേ ചെയ്യരുത്. സർ, ഷട്ടപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്. ആൽവിൻ ആൻ്റണി മുഖം വെട്ടിച്ചു. ഒന്നും പറയാതെ CIയുടെ ഭാര്യയെ ഒന്ന് നോക്കിയ ശേഷം സക്കീർ മുഹമ്മദ് ആംബുലൻസിൽ നിന്ന് ഇറങ്ങി. സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ജോസഫ് അയാളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആംബുലൻസിൻ്റെ ചക്രങ്ങൾ മെല്ലെ ഉരുണ്ടു. അത് ഹോസ്പിറ്റൽ ഗേറ്റ് കടന്ന് പോയി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അങ്ങേരുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല. സക്കീർ മുഹമ്മദ് കാറിത്തുപ്പി. ജോസഫിൻ്റെ മുഖത്തൊരു ചിരിമിന്നി. കുമ്പഴ, കുസുമത്തിൻ്റെ വീട്. പരമേശ്വരൻ വൈദ്യൻ കൊടുത്ത നീറ്റുമരുന്ന് 3 തവണകളായി കറികളിൽ ചേർത്ത് കുസുമം ഭർത്താവിന് നൽകിയിരുന്നു. അതിൻ്റെ ഫലമൊന്നും പ്രകടമാകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ബാത്റൂമിൽ നിന്ന് ഉച്ചത്തിലുള്ള ഓക്കാനം കേട്ടത്. ഗൂഢമായ ഒരു മന്ദഹാസം കുസുമത്തിൻ്റെ ചുണ്ടിലുണ്ടായി. മരുന്ന് ഫലിച്ചിരിക്കുന്നു. ഫോൺ ചെയ്തപ്പോൾ വൈദ്യൻ പറഞ്ഞത്, മരുന്ന് ശരീരത്തിൽ വ്യാപിച്ചാൽ പിന്നെ മദ്യത്തിൻ്റെ മണമേറ്റാൽ പോലും ഛർദ്ദിക്കുമെന്നാണ്. അവൾ ബാത്റൂമിലേക്ക് ചെന്നു. വാതിൽ തുറന്നു കിടക്കുകയാണ്. കുസുമം അകത്തേക്ക് എത്തി നോക്കി. ആ കാഴ്ച കണ്ട് അവൾ അടിമുടി വിറച്ചു. തറയിൽ കുത്തിയിരുന്ന് നെഞ്ചിൽ തടവിക്കൊണ്ട് ഛർദ്ദിക്കുകയാണ് കമലാസനൻ. തറയിൽ മുഴുവൻ ചോര. ചേട്ടാ, കുസുമ അലറിക്കരഞ്ഞു. താടിയിലൂടെ ഒലിച്ചിറങ്ങുന്ന ചോരയുമായി കമലാസനൻ തിരിഞ്ഞു നോക്കി. കുറ്റപ്പെടുത്തും മട്ടിലുള്ള നോട്ടം. നീ എനിക്ക് ഞാനറിയാതെ എന്തേലും മരുന്ന് തന്നോടി? കുസുമം നടുങ്ങിപ്പോയി. താൻ പിടിക്കപ്പെട്ടോ? അത് ഞാനെന്ത് മരുന്ന് തരാനാ? പതർച്ചയോടെ അകത്തേക്ക് കയറി അവൾ ഭർത്താവിൻ്റെ പുറത്ത് തടവി. ഞാൻ മദ്യപിക്കാതിരിക്കാൻ നീ വല്ല മരുന്നും തന്നോന്ന്? വീണ്ടും ഛർദ്ദിക്കുന്നതിനിടയിൽ കമലാസനൻ ചോദിച്ചു. ഇല്ല ചേട്ടാ, എനിക്ക് എവിടുന്ന് മരുന്ന് കിട്ടാനാ? കമലാസനൻ അമർത്തിയൊന്ന് മൂളി. ഹോസ്പിറ്റലിൽ പോകണം. പിന്തിരിഞ്ഞ ഫോണെടുത്ത് കുസുമം ആംബുലൻസ് സർവീസുകാർക്ക് കോൾ അയച്ചു. തുകലയിൽ പുത്തൻ വീട്. പരമേശ്വരൻ വൈദ്യൻ മകൻ സച്ചിദാനന്ദനെ അരികിലേക്ക് വിളിച്ചു. എന്താ അച്ഛ? സച്ചി മുറിയിലേക്ക് കയറിയതും വൈദ്യൻ നിർദ്ദേശിച്ചു. ആ വാതിലങ്ങ് അടച്ചേര്. സച്ചി അപ്രകാരം ചെയ്തു. കുഞ്ഞുകുട്ടിയെ രക്ഷപ്പെടുത്താമെന്നുള്ള എൻ്റെ പ്രതീക്ഷയൊക്കെ പോയടാ. ഇനി ഇവിടെ കിടത്തിയാൽ 1-2 ദിവസം. അതിനുള്ളിൽ അയാൾ മരിക്കും. അയാളെ വിട്ടുകളയുന്നതല്ലേ നല്ലത്. നിന്റെ അഭിപ്രായം എന്താ? വൈദ്യൻ സ്വരം താഴ്ത്തി ചോദിച്ചു. അയാളുടെ കണ്ണുകൾ മകൻ്റെ മുഖത്തായിരുന്നു. നല്ലത് അതുതന്നെയാ. പക്ഷേ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ചിന്താഭാരത്തോടെ അവൻ താടി ചൊറിഞ്ഞു. പക്ഷേ വൈദ്യൻ അതിനൊരു ന്യായം കണ്ടെത്തി. ഒന്ന് ശ്രമിച്ചു നോക്കാമെന്നല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. കുറേ കൂടി നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും രക്ഷപ്പെടുത്തിയേനെ എന്നങ്ങ് പറയാം. അത് മതി. സച്ചിദാനന്ദൻ സമ്മതിച്ചു. എങ്കിൽ നീ പോയി അയാളുടെ വീട്ടിൽ വിവരം പറ. സച്ചി അപ്പോൾ തന്നെ ബൈക്കെടുത്ത് കോളനിയിലേക്ക് പോയി. കുഞ്ഞുകുട്ടി സഖാവിൻ്റെ മക്കളോട് അവൻ വിവരം പറഞ്ഞു. പെട്ടെന്ന് തന്നെ കോളനിയിൽ വാർത്ത വ്യാപിച്ചു. ഒരു കട്ടിലുമായി തുകലയിൽ തറവാടിന് പിന്നിലുള്ള റോഡിലൂടെ ആളുകൾ വരുന്നത് പ്രതീക്ഷ കണ്ടു. അവൾ അവിടേക്ക് ഓടിച്ചെന്നു. എങ്ങോട്ടാ ഈ കട്ടിലുമായിട്ട്? ഒരാൾ കാര്യം പറഞ്ഞു. അപ്പോൾ സഖാവ് മരിച്ചോ? ഇല്ല, പക്ഷേ ഇനി അവിടെ കിടത്തിയിട്ട് കാര്യമില്ലെന്ന് വൈദ്യൻ പറഞ്ഞു. പ്രതീക്ഷയുടെ കണ്ണുകൾ കുറുകി. അവൾ സഖാവിൻ്റെ മക്കളെ നോക്കി. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? എന്താ? സഖാവിൻ്റെ മൂത്ത മകൻ കർണൻ തിരിഞ്ഞു നിന്നു. എല്ലാവരും കൈയൊഴിഞ്ഞ നിലയ്ക്ക് സഖാവിനെ ഞാനൊന്ന് ചികിത്സിച്ചു നോക്കട്ടെ. കേട്ടവർ അവിശ്വസനീയ ഭാവത്തിൽ പരസ്പരം നോക്കി. ഏതായാലും ഇത്രയും ആയില്ലേ കർണ? ഇനി പ്രതീക്ഷ കൂടി ഒന്ന് നോക്കട്ടെ.
കൂട്ടത്തിൽ പ്രായമുള്ള ഒരാൾ കർണനോട് പറഞ്ഞു. ശരി, കർണൻ സമ്മതിച്ചു. പ്രതീക്ഷയുടെ മുഖം തെളിഞ്ഞു. കട്ടിലുമായി ആ സംഘം തുകലയിൽ പുത്തൻ വീട്ടിലേക്ക് പോയപ്പോൾ പ്രതീക്ഷ വിഷംകൊല്ലിക്കാവിലേക്ക് ഓടി. അധ്യായം 10. ഗ്രൗണ്ട് മുറിച്ചു കടന്ന പൊന്തക്കാടിനരികിലൂടെ പോകുമ്പോൾ പ്രതീക്ഷ ചുറ്റും നോക്കി. തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ലായിരുന്നു. കാരണം കുഞ്ഞുകുട്ടി സഖാവിനെ ജീവനോടെ ഒരു നോക്ക് കാണാൻ വേണ്ടി എല്ലാവരും പരമേശ്വരൻ വൈദ്യൻ്റെ ഗേറ്റിലൂടെ തിടുക്കത്തിൽ അകത്തേക്ക് കിടക്കുകയാണ്. പ്രതീക്ഷ വിഷംകൊല്ലിക്കാവിലേക്ക് കയറി. പേരറിയാത്ത ആ ആൺമരത്തിന് സമീപമാണ് അവൾ എത്തിയത്. അതിൻ്റെ താഴ്ന്ന ശിഖരത്തിൽ നിന്ന് കുറേ ഇലകൾ പറിച്ചെടുത്ത് ചുരിദാറിൻ്റെ ഷാളിലിട്ട് മടക്കിപ്പിടിച്ചു. പിന്നെ അതേ വേഗത്തിൽ തന്നെ അവൾ തുകലയിൽ തറവാട്ടിലേക്ക് മടങ്ങി. നീ എവിടെ പോയി? മുറ്റത്തു നിന്ന തുളസി അവളെ തുറച്ചു നോക്കി. സഖാവിനെ പരമേശ്വരൻ അങ്കിൾ കൈയൊഴിഞ്ഞു. അദ്ദേഹത്തെ കാണാൻ പോയിരിക്കുക ആളുകൾ. അവരോട് വിവരം തിരക്കാൻ പോയതാ ഞാൻ. തുളസിയുടെ നെറ്റി ചുളിഞ്ഞു. പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കാതെ പ്രതീക്ഷ തറവാട്ടിലേക്ക് കയറി. മുറിയിൽ കിടക്കുകയായിരുന്നു ഈശ്വരി മുത്തശ്ശി. പ്രതീക്ഷ ചെന്ന് അവരുടെ കാൽതൊട്ട് വണങ്ങി. മുത്തശ്ശി അനുഗ്രഹിക്കണം. ഈശ്വരി എഴുന്നേറ്റിരുന്ന് അവളെ ആദ്യം കാണുന്നത് പോലെ നോക്കി. ഇതെന്താ പെട്ടെന്നിങ്ങനെ? ഞാനും മുത്തശ്ശിയെപ്പോലെ ചികിത്സ തുടങ്ങാൻ പോവുകയാ. ചെറുമകൾ കളി പറഞ്ഞതാണെന്നേ കരുതിയുള്ളൂ ഈശ്വരി. എന്നാൽ അവൾ കുഞ്ഞുകുട്ടി സഖാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ കണ്ണു തള്ളി. അപ്പോൾ അന്ന് നീ തമാശ പറഞ്ഞതല്ലായിരുന്നോ? അല്ല. പ്രതീക്ഷ ചിരിച്ചു. അതിന് നീ എന്തു മരുന്നാടി കൊടുക്കാൻ പോകുന്നത്? കൃത്യമായി എനിക്കും അറിയില്ല. അവൾ കണ്ണിറുക്കി. നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞോ? ഇല്ല. പറഞ്ഞാൽ സമ്മതിച്ചില്ലെങ്കിലോ? എനിക്ക് മുത്തശ്ശിയുടെ ഫുൾ സപ്പോർട്ട് വേണം. പ്രതീക്ഷ അവരുടെ കരം കവർന്നു. പ്ലീസ് മുത്തശ്ശി. ഈശ്വരി അമർത്തി മൂളി. അവർ തന്നെ രംഗനാഥൻ വൈദ്യനോടും തുളസിയോടും വിവരം പറഞ്ഞു. ഏയ്, അത് ശരിയാവില്ല. കേട്ട നിമിഷം തന്നെ രംഗനാഥൻ എതിർത്തു. കുഞ്ഞുകുട്ടി ഇവിടെ കിടന്നു മരിച്ചാൽ നമ്മൾ പഴി കേൾക്കും. മുത്തശ്ശി പക്ഷേ പ്രതീക്ഷയുടെ ഭാഗത്ത് ഉറച്ചു നിന്നു. എല്ലാവരും കൈയൊഴിഞ്ഞതല്ലേ രംഗ കുഞ്ഞുകുട്ടിയെ. പിന്നെ ഇവൾ കൂടിയൊന്ന് പരിശ്രമിച്ചു നോക്കിയാലെന്താ? അത് വേണ്ട, തുളസിയും പറഞ്ഞു. ഇന്നേ വരെ ഇവളൊരു മരുന്നുണ്ടാക്കുകയോ ആരെയെങ്കിലും ചികിത്സിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പ്രതീക്ഷ മറുപടി പറയാൻ നാവനക്കിയതാണ്. അപ്പോഴേക്കും മുറ്റത്ത് ആളുകളുടെ ഒച്ച കേട്ടു. രംഗനാഥൻ തിണ്ണയിലേക്കിറങ്ങി. കുഞ്ഞുകുട്ടി സഖാവിനെ കട്ടിലിലെടുത്തുകൊണ്ട് വന്നവർ അത് മുറ്റത്തു വയ്ക്കുന്നതാണ് കണ്ടത്. രംഗനാഥൻ കുഴങ്ങി. ഈശ്വരി മുത്തശ്ശി അയാൾക്ക് പിന്നിലെത്തി. ഇനി തടസ്സം പറയല്ലേടാ. വൈദ്യനൊന്നും മൂളി. മുത്തശ്ശി തിരിഞ്ഞ് പ്രതീക്ഷയെ നോക്കി ഒരാംഗ്യം കാട്ടി. അവളുടെ മുഖം തെളിഞ്ഞു. അവൾ തിണ്ണയിലേക്ക് ചെന്നു. സഖാവിനെ അപ്പുറത്തേക്ക് എടുത്തോളൂ. മക്കളും അയൽക്കാരും ചേർന്ന് സഖാവിനെ കിടത്തിയ കട്ടിലുയർത്തി. തറവാടിൻ്റെ പിൻഭാഗത്ത് മരുന്നുപുരയോട് ചേർന്ന ഒരു കൊച്ചുമുറി പ്രതീക്ഷ കാട്ടിക്കൊടുത്തു. സഖാവിനെ അവർ മുറിക്കുള്ളിലാക്കി. പ്രതീക്ഷ കർണൻ്റെ അടുത്തേക്ക് നീങ്ങി. കർണേട്ട, എൻ്റേതൊരു ഭാഗ്യപരീക്ഷണമാ. പ്രാർത്ഥിക്കണം. ഞാൻ പരാജയപ്പെട്ടാൽ കുറ്റപ്പെടുത്തരുത്. അവളുടെ കണ്ണുകൾ നനഞ്ഞു. കർണൻ വിളറിച്ചിരിച്ചു. കുറ്റപ്പെടുത്താനാണെങ്കിൽ അത് നേരത്തെ ചികിത്സിച്ചവരെ ആകണമല്ലോ. ഒരവസാന ശ്രമം അത്രയേ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ. ചേച്ചി ധൈര്യമായിട്ട് തുടങ്ങിക്കോ, കുഞ്ഞുകുട്ടിയുടെ രണ്ടാമത്തെ മകനും പറഞ്ഞു. അതോടെ പ്രതീക്ഷയുടെ ആശങ്ക മാറി. അവൾ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ചുരിദാർ ഷാളിനുള്ളിൽ നിന്ന് പച്ചിലകൾ പുറത്തെടുത്ത് ആദ്യം അവൾ അത് ഞെരടി സഖാവിനെ മണപ്പിച്ചു. അയാൾ അതറിഞ്ഞതുകൂടിയില്ല. ഇലകൾ വൃത്തിയുള്ള ഒരു ഇടികല്ലിൽ വെച്ച് പ്രതീക്ഷ ചതയ്ക്കാൻ തുടങ്ങി. വാതിലിനു പുറത്ത് രംഗനാഥൻ വൈദ്യനും ഈശ്വരി മുത്തശ്ശിയും തുളസിയും അർദ്ധശങ്കയോടെ നിന്നു. എന്തായിരിക്കും അവൾ ചെയ്യാൻ പോകുന്നത്? ഈ സമയം തുകലയിൽ പുത്തൻ വീടിൻ്റെ 2ാം നിലയിൽ ചുളിഞ്ഞ നെറ്റിയോടെ നിൽക്കുന്നുണ്ടായിരുന്നു പരമേശ്വരൻ വൈദ്യൻ. ജനാലയ്ക്കരികിൽ നിലയുറപ്പിച്ച് ബൈനോക്കുലറിലൂടെ അയാൾ രംഗനാഥൻ്റെ വീടിന് നേർക്ക് വീണ്ടും വീണ്ടും നോക്കി. ആളുകൾ മുറ്റത്തു കൂടി നിൽക്കുന്നു. കുഞ്ഞുകുട്ടിയെ അവിടേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പരമേശ്വരന് അസ്വസ്ഥതയേറി. തൻ്റെ പണിക്കാരിൽ ഒരാളെ അയാൾ അരികിലേക്ക് വിളിച്ചു. തുകലയിൽ തറവാട്ടിൽ എന്താ നടക്കുന്നതെന്ന് സൂത്രത്തിൽ അന്വേഷിച്ചിട്ട് പാടാ. ശരി വൈദ്യരെ. പണിക്കാരൻ പോയി. അടുത്ത നിമിഷം പരമേശ്വരൻ്റെ സെൽഫോണിൽ ഒരു കോൾ വന്നു. അത് എടുത്തു നോക്കിയതോടെ അയാളുടെ മുഖം തെളിഞ്ഞു. മറുതലയ്ക്കൽ കുസുമമായിരുന്നു. ഹലോ. അയാൾ ഈണത്തിൽ വിളിച്ചു. ഭർത്താവിനിപ്പോൾ എങ്ങനെയുണ്ട്? കുടി നിർത്തിയോ? അപ്പുറത്തുനിന്ന് കേട്ടത് കുസുമത്തിൻ്റെ തേങ്ങലാണ്. പരമേശ്വരൻ ഒന്ന് ഞെട്ടി. എന്താ കുസുമം, എന്തുപറ്റി? അദ്ദേഹത്തിന് കൊടുക്കാൻ എന്തു മരുന്നാ വൈദ്യൻ തന്നത്? കുസുമത്തിൻ്റെ മറുചോദ്യം അയാളുടെ കാതിൽ വന്നു വീണു. പരമേശ്വരനും സന്ദേഹം മണത്തു. മദ്യപാനം നിർത്താനുള്ള മരുന്ന്. വീണ്ടും ഒരു തേങ്ങൽ കേട്ടു. ഡോക്ടർമാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ
കുറഞ്ഞ തോതിൽ ഏതോ വിഷം ചെന്നിട്ടുണ്ടെന്ന്. വൈദ്യൻ തന്ന മരുന്നല്ലാതെ ഞാൻ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടുമില്ല. പരമേശ്വരൻ ഒരു നിമിഷം ചിന്തിച്ചു. ഉണ്ടായതെന്താണെന്ന് ഒന്ന് പറയാമോ? ഭർത്താവ് രക്തം ഛർദ്ദിച്ചതും തളർന്നപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയതുമെല്ലാം അവൾ പറഞ്ഞു. വൈദ്യൻ്റെ തല പുകഞ്ഞു. പിന്നെ പെട്ടെന്നൊരു പിടിവള്ളി കിട്ടിയതുപോലെ അയാൾ ചോദിച്ചു, ഇപ്പോൾ ഡോക്ടർമാരുടെ അഭിപ്രായം എന്താ? അദ്ദേഹത്തിന് ജീവഹാനി സംഭവിക്കത്തില്ല, പക്ഷേ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്ന്. കുസുമം ശ്വാസം വലിച്ചു വിടുന്നത് ഫോണിലൂടെ കേൾക്കാം. വൈദ്യൻ വിളറി വീർത്തു നിന്നു. ഇത് പുറത്തറിഞ്ഞാൽ തൻ്റെ എല്ലാ പെരുമയും അതോടെ അവസാനിക്കുമെന്ന് അയാൾക്കുറപ്പായി. എൻ്റെ മരുന്നുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല കുസുമം. നേരത്തെ മനസ്സിൽ കണക്കുകൂട്ടിയത് അയാൾ അറിയിച്ചു. എൻ്റെ സംശയം മറ്റൊന്ന്. കമലാസനൻ കഴിച്ച മദ്യത്തിൽ വിഷം കലർന്നിരുന്നോ എന്ന് എങ്ങനെ ഉറപ്പിക്കും? ഡോക്ടർമാർ അതേക്കുറിച്ച് വല്ലതും പറഞ്ഞോ? ഇല്ല. എങ്കിൽ എനിക്കുറപ്പാ, വിഷമദ്യം കമലാസനൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. പിന്നെ ചുറ്റും നോക്കിക്കൊണ്ട് അയാൾ ശബ്ദം കുറച്ചു. നമ്മൾ മരുന്ന് കൊടുത്ത കാര്യം ആരും അറിയരുത്. അത് നമുക്ക് രണ്ടുപേർക്കും ആപത്താ. അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോട്ടെ. പഴയതുപോലെ എഴുന്നേൽപ്പിച്ച് നടത്തിത്തരാം ഞാൻ. എന്താ? കുസുമം ഒന്ന് മൂളി. ഞാൻ വിളിക്കാം. പരമേശ്വരൻ വൈദ്യൻ കോൾ മുറിച്ചിട്ട് ആശ്വാസത്തോടെ നിശ്വസിച്ചു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു വിട്ടിരുന്ന പണിക്കാരൻ മടങ്ങിയെത്തി. വൈദ്യരെ, സഖാവിനെ അവിടുത്തെ പെണ്ണ് ഏറ്റെടുത്തു. അവൾ ചികിത്സയും തുടങ്ങി. പ്രതീക്ഷയോ? പരമേശ്വരൻ്റെ കണ്ണു തള്ളി. പ്രതീക്ഷയ്ക്ക് ഒരിക്കലും കുഞ്ഞുകുട്ടിയെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് അയാൾ ഉറപ്പിച്ചു. നേരം സന്ധ്യയോടെടുത്തു. തുകലയിൽ വീട്ടിൽ നിന്ന് ആളുകൾ പിരിഞ്ഞുപോയി. പ്രതീക്ഷ സഖാവിൻ്റെ ചുണ്ടുകൾ പിളർത്തി 2 തവണ വായിലേക്ക് പച്ചിലച്ചാറ് ഒഴിച്ചുകൊടുത്തു. യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. രംഗനാഥനും ഈശ്വരി മുത്തശ്ശിയും പലതവണ ചോദിച്ചെങ്കിലും എന്ത് ചികിത്സയാണ് നടത്തിയതെന്ന് അവൾ പറഞ്ഞില്ല. സഖാവ് കിടക്കുന്ന മുറിയുടെ വാതിൽ പൂട്ടി താക്കോൽ സ്വന്തം കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയാണവൾ. പകൽ മായുന്ന നേരത്താണ് കൽപ്പണിക്ക് പോയ ആദിത്യൻ മടങ്ങിവന്നത്. മുക്കുഴി കവലയിൽ വെച്ച് അവൻ വിവരമറിഞ്ഞിരുന്നു. വീട്ടിലേക്ക് കാലുകുത്തിയതും അവൻ ഒച്ച ഉയർത്തി, പ്രതീക്ഷേ. അവൾക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ഒന്നും ഭാവിക്കാതെ അവൾ ആദിത്യൻ്റെ മുന്നിലെത്തി. എന്താ ഏട്ടാ? ഞാൻ കേട്ടത് നേരാണോടി? പ്രതീക്ഷയുടെ തല കുനിഞ്ഞു. എന്താടി, മറുപടിയല്ലേ? ശരിയാ, അവൾ സമ്മതിച്ചു. ആദിത്യൻ്റെ മുഖത്ത് കോപമിരമ്പി. തുറന്നുകിടന്ന വാതിലിലൂടെ അവൻ അകത്തിരിക്കുന്ന അച്ഛനെ കണ്ടു. ബാക്കിയുള്ളവർ ചികിത്സിച്ച് തറവാട് ഈ പരുവത്തിലായി. അതിൻ്റെ കൂടെ നീയും തുടങ്ങിയോ? പ്രതീക്ഷയ്ക്ക് മിണ്ടാട്ടമില്ല. ഇനി ഒരാളെ കൊന്നെന്നുള്ള പേരുദോഷം കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. നീയായിട്ട് അതും കൂടി നേടിത്തരും അല്ലേടി? അപ്പോഴേക്കും ഈശ്വരി മുത്തശ്ശി വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. മൂവന്തി നേരത്ത് ഇതെന്തൊരു വർത്തമാനമാടാ? അല്ല പിന്നെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സഖാവ് ഈ തറവാട്ടിൽ കിടന്ന് മരിക്കാനിടയായാൽ പിന്നെ ഒന്നും ബാക്കി വെച്ചേക്കില്ല ഞാൻ. കത്തിക്കും. ഈ നശിച്ച തറവാടും മരുന്നുപുരയും. ഒരു പട്ടിയും ചികിത്സയെന്നും പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല. ആരുടെയും മറുപടിക്ക് കാക്കാതെ ആദിത്യൻ അകത്തു കയറി. രംഗനാഥൻ വൈദ്യനെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് അവൻ മുറിയിലേക്ക് മറിഞ്ഞു. തറയിൽ ഉറച്ചതുപോലെ നിന്നുപോയി പ്രതീക്ഷ. അറിയാതെ 2 ഉറവുകൾ അവളുടെ കണ്ണുകളിൽ നിന്ന് കവിളുകളിലേക്ക് ഒഴുകി. രാത്രി കനത്തു. വന്ന് ചോറിനട. തുളസി ചെന്ന് ആദിത്യനെ വിളിച്ചു. ഏതോ പുസ്തകം വായിച്ചുകൊണ്ട് കട്ടിലിൽ കിടക്കുകയായിരുന്നു അവൻ. അമ്മയുടെ ശബ്ദം കേട്ടിട്ടും അവൻ പുസ്തകത്തിൽ നിന്ന് ദൃഷ്ടികൾ മാറ്റിയില്ല. ആദി, ഒരു തവണ കൂടി തുളസി വിളിച്ചു. പുസ്തകം ശക്തിയിൽ കിടക്കയിലിക്കിട്ടുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റ് ഒച്ചവെച്ചു. ഉണ്ണാതെ തന്നെ നിറഞ്ഞിരിക്കുക. ഇനി ഇവിടുത്തെ ഒരു കാര്യവും ആരും എന്നോട് പറഞ്ഞേക്കരുത്. അമ്മയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ തറവാട്ടിൽ നിന്നിറങ്ങി ഇരുളിൽ മറഞ്ഞു. തുളസി ചിന്തയോടെ ആ പോക്ക് നോക്കി നിന്നു. പ്രതീക്ഷയും രംഗനാഥനും ഈശ്വരി മുത്തശ്ശിയുമെല്ലാം ആദിത്യൻ്റെ ഗർജനം കേൾക്കുന്നുണ്ടായിരുന്നു. പരസ്പരം നോക്കിയതല്ലാതെ ആരും ഒന്നും പറഞ്ഞില്ല. പ്രതീക്ഷ രാത്രി ഉറങ്ങും മുൻപ് ഒരു വട്ടം കൂടി കുഞ്ഞുകുട്ടി സഖാവിൻ്റെ അടുത്തെത്തി. ഇലച്ചാർ വായിലേക്ക് തുള്ളിതുള്ളിയായി വീഴ്ത്തി. താൻ നൽകുന്ന മരുന്ന് ആൻറ്റിബോഡിയാണെന്ന് അവൾക്കുറപ്പുണ്ട്. അത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ തീർച്ചയായും മാറ്റമുണ്ടാകേണ്ടതാണ്. നിശ്ചലം കിടക്കുന്ന സഖാവിനെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് പ്രതീക്ഷ പിൻവാങ്ങി. ആ രാത്രിയിൽ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറങ്ങാൻ ഭാവിക്കുമ്പോഴേക്കും ഒരു വിലാപം കാതിൽ വന്നു മുഴങ്ങും. അത് കുഞ്ഞുകുട്ടി സഖാവിൻ്റെ വീട്ടിൽ നിന്നാണ്. വെള്ള പുതപ്പിച്ച് വാഴയിലയിൽ കിടത്തിയിരിക്കുന്ന സഖാവ്. പലരും തന്നെ പരിഹാസത്തോടെ നോക്കുന്നതും ചിലർ കുറ്റപ്പെടുത്തുന്നതും അവൾ ഭാവനയിൽ കണ്ടു. ആ സമയത്ത് ഉറക്കമില്ലാത്ത മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു. തുകലയിൽ പുത്തൻ വീട്ടിലെ പരമേശ്വരൻ വൈദ്യൻ. പ്രതീക്ഷ എന്ത് ധൈര്യത്തിലാണ് സഖാവിനെ ചികിത്സിക്കാൻ തയ്യാറായതെന്ന്
അയാൾക്ക് യാതൊരു എത്തും പിടിയുമില്ല. ഒരുപക്ഷെ ആ തറവാടിൻ്റെ നിലവറയിൽ താൻ കാണാത്ത ഗ്രന്ഥങ്ങൾ ഇനിയും ഉണ്ടായിരിക്കുമോ? അമൂല്യ മരുന്നുകൂട്ടുകൾ പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങൾ. രംഗനാഥനാവും മകളെ ഇങ്ങനെയൊരു ചികിത്സയ്ക്ക് പ്രേരിപ്പിച്ചത്. അയാളുടെ കടപ്പല്ല് ഇടയ്ക്കിടെ ഞെരിഞ്ഞമർന്നു. എങ്ങനെയോ ഉണർന്ന മാളവിക അത് കേട്ടു. നിങ്ങൾക്ക് ഉറക്കമില്ലേ മനുഷ്യ? അവർ ദേഷ്യപ്പെട്ടു. എനിക്കങ്ങനെ ഉറങ്ങാൻ കഴിയില്ലടി. ഇനി ഞാൻ ഉറങ്ങണമെങ്കിൽ, മനസ്സമാധാനമുണ്ടാവണമെങ്കിൽ എനിക്ക് വാർത്ത കേൾക്കണം. കുഞ്ഞുകുട്ടി സഖാവ് മരിച്ചെന്ന്. എങ്കിൽ പിന്നെ അയാൾ ചത്തിട്ട് ഇവിടെ നിന്ന് മാറ്റിയാൽ പോരായിരുന്നോ? ചോദിക്കുന്നതിനിടയിൽ അവർ ബെഡ്ഷീറ്റ് തലവഴി മൂടി. എന്നിട്ടും പരമേശ്വരൻ പറഞ്ഞു തെറി അവരുടെ കാതുകളിൽ ചുഴിഞ്ഞിറങ്ങി. അടുത്ത ദിവസം അതിരാവിലെ എഴുന്നേറ്റ പ്രതീക്ഷ ആദ്യമെത്തിയത് സഖാവിൻ്റെ അടുത്താണ്. മാറ്റമൊന്നും കണ്ടില്ല. പക്ഷേ മൂത്രത്തിൻ്റെ രൂക്ഷഗന്ധം, അതൊരു നല്ല പുരോഗതിയായി അവൾക്ക് തോന്നി. പക്ഷേ അയാളുടെ നാടി പിടിച്ചു നോക്കിയപ്പോൾ അവളുടെ മുഖം വാടി. ആരെയും സഹായത്തിന് വിളിക്കാതെ അവൾ സഖാവ് കിടന്ന ബെഡ്ഷീറ്റ് മാറ്റി നനഞ്ഞ തുണി കൊണ്ട് ശരീരം തുടച്ചു വൃത്തിയാക്കുകയും ചെയ്തു. രാത്രി എപ്പോഴോ വീട്ടിൽ മടങ്ങിയെത്തിയ ആദിത്യൻ അതിരാവിലെ തന്നെ ആരോടും മിണ്ടാതെ ഇറങ്ങിപ്പോയി. കടുങ്കാപ്പി കിട്ടാതെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാത്ത ചെറുക്കനാ. കണ്ടില്ലേ അവൻ്റെ പോക്ക്? തുളസി ഈശ്വരി മുത്തശ്ശിയോട് പറയുന്നത് പ്രതീക്ഷ കേട്ടു. അതൊരു കുറ്റപ്പെടുത്തലാണെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മ ഉന്നം വെച്ചത് തന്നെയാണ്. പക്ഷേ അവൾ മിണ്ടാൻ പോയില്ല. പോലീസ് സ്റ്റേഷൻ. SI സക്കീർ മുഹമ്മദ് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് വന്ന സീറ്റിലേക്കിരുന്നതും ഫോൺ ശബ്ദിച്ചു. അയാൾ അതെടുത്തു നോക്കി. CI ആൽവിൻ ആൻ്റണി. സർ. ഫോൺ അയാൾ കാതിലമർത്തി. അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല സക്കീറെ. ഞാനിപ്പോൾ നിന്റെ സാറല്ലല്ലോ. വാക്കുകളിലെ പരിഭവം സക്കീർ മുഹമ്മദ് തിരിച്ചറിഞ്ഞു. സർ പ്ലീസ്. സസ്പെൻഷനാണെങ്കിലും അല്ലെങ്കിലും ആൽവിൻ സാർ എനിക്ക് സാറ് തന്നെയാ. അപ്പുറത്തുനിന്ന് ഒരു ചിരി കേട്ടു. അതൊക്കെ വിട്. മറ്റൊരു കാര്യത്തിനാ ഞാൻ വിളിച്ചത്. എനിക്ക് തല്ല് കിട്ടിയ കേസന്വേഷണം ഒരിടത്തും എത്തിക്കാണില്ലെന്നറിയാം. എന്നാൽ തനിക്ക് പറ്റുമെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഷുവർ സാർ. സാറ് പറഞ്ഞോ. സക്കീർ മുഹമ്മദ് നിവർന്നിരുന്നു. നാളെ കഴിഞ്ഞ് എൻ്റെ ചില ആളുകൾ തന്നെ കാണാൻ വരും സർ. അവർക്ക് താനാ നായിൻ്റെ മോനെയും അവൻ്റെ വീടും ഒന്ന് കാണിച്ചു കൊടുക്കണം. ആദിത്യൻ്റെ. സർ. സക്കീർ മുഹമ്മദിൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്താ, അതും തനിക്ക് പറ്റില്ലെന്നുണ്ടോ? നോ സാർ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഓക്കെ, തൻ്റെ ഫോൺ നമ്പർ ഞാൻ അവർക്ക് കൊടുത്തേക്കാം. ശരി സാർ. സക്കീർ മുഹമ്മദ് പിന്നെ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് കോൾ മുറിഞ്ഞു. തനിക്ക് ജോലിഭാരം കൂടാൻ പോവുകയാണെന്ന് SIക്ക് ഉറപ്പായി. 3 ദിവസം പിന്നിട്ടു. കുഞ്ഞുകുട്ടി സഖാവിൻ്റെ നിലയിൽ യാതൊരു പുരോഗതിയുമില്ല. പ്രതീക്ഷ ആരും കാണാതെ വിഷംകൊല്ലിക്കാവിൽ പോകുകയും മരത്തിൻ്റെ ഇലകൾ കൊണ്ടുവന്ന് നീർ അയാൾക്ക് നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. ആദ്യത്തിനാകട്ടെ വീടുമായി യാതൊരു ബന്ധവുമില്ല എന്ന അവസ്ഥയിലാണ്. രാവിലെ പോകും, രാത്രി എപ്പോഴെങ്കിലും വരും. പണിയെടുത്ത് കിട്ടുന്ന പണമൊന്നും അവനിപ്പോൾ വീട്ടിൽ കൊടുക്കാറില്ല. അവിടെ നിന്ന് ജലപാനം പോലുമില്ല. തുളസിയുടെ കുറ്റപ്പെടുത്തൽ പ്രതീക്ഷയ്ക്ക് അസഹ്യമായിക്കൊണ്ടിരുന്നു. ഇങ്ങനെയൊരു പരീക്ഷണത്തിന് മുതിരാൻ തോന്നിയ നിമിഷങ്ങളെ അവൾ സ്വയം ശപിച്ചു. ഈശ്വരി മുത്തശ്ശി മാത്രം അവളുടെ പക്ഷത്ത് ഉറച്ചു നിന്നു. 4-ാം ദിവസം രാവിലെ പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് ആദിത്യൻ. പ്രതീക്ഷ പതിവ് പോലെ കുഞ്ഞുകുട്ടി സഖാവിൻ്റെ മുറിയിലേക്ക് പോയിരിക്കുകയാണ്. അവൾ തിരിച്ചിറങ്ങുമ്പോൾ മുഖമടച്ച് ഒന്നു കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു ആദിത്യൻ. പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ലല്ലോ. അവൾ വരുന്നതും കാത്ത് മുറിയുടെ വാതിൽക്കൽ അവൻ നിന്നു. എന്നാൽ അടുത്ത നിമിഷം കേട്ടത് ഒരു നിലവിളി. മുത്തശ്ശി. പ്രതീക്ഷയുടെ ശബ്ദം. ആദിത്യൻ ഉറപ്പിച്ചു. കുഞ്ഞുകുട്ടി സഖാവ് മരിച്ചു. രംഗനാഥനും തുളസിയും ഈശ്വരി മുത്തശ്ശിയും നിലവിളി കേട്ട് മരുന്നുപുരയ്ക്കടുത്തേക്ക് ഓടി. ക്രൂരമായ ഒരാവേശത്തോടെ ആദിത്യനും. അധ്യായം 11. കുഞ്ഞുകുട്ടി സഖാവിനെ കിടത്തിയിരുന്ന മുറിക്ക് മുന്നിൽ ആദ്യമെത്തിയത് രംഗനാഥൻ വൈദ്യനാണ്. തൊട്ടുപിന്നാലെ തുളസിയും. എന്താ മോളെ? അകത്തേക്ക് കാൽ വയ്ക്കുന്നതിനിടയിൽ രംഗനാഥൻ്റെ ശബ്ദം പതറി. മിണ്ടാട്ടമില്ല പ്രതീക്ഷയ്ക്ക്. തുളസിയും ഈശ്വരി മുത്തശ്ശിയും കൂടി മുറിയിലേക്ക് കയറി. പ്രതീക്ഷയുടെ നിശബ്ദതയിൽ നിന്ന് അവരും ഉറപ്പിച്ചിരുന്നു. കുഞ്ഞുകുട്ടി സഖാവ് മരിച്ചു. വാതിൽക്കലെത്തിയ ആദിത്യൻ അവിടെ തന്നെ നിന്നു. ഈ തറവാട്ടിൽ ഇനി ഒരു ചികിത്സയും നടത്താൻ താൻ അനുവദിക്കില്ല. സാരമില്ല മോളെ, കുഞ്ഞുകുട്ടിയുടെ ആയുസ് തീർന്നു, അത്രയുള്ളൂ. നിന്റെ കഴിവ് നീ ഉപയോഗിച്ചതല്ലേ. ഈശ്വരിയുടെ ഒച്ചയിൽ നിരാശ പടർന്നു. മുത്തശ്ശി എന്താ പറഞ്ഞത്? അമ്പരപ്പോടെ തിരിഞ്ഞ് പ്രതീക്ഷ ചോദിച്ചു. നിന്നെ ആരും കുറ്റപ്പെടുത്താനൊന്നും പോണില്ല. പരമേശ്വരൻ കൈയൊഴിഞ്ഞു മടക്കി അയച്ചതല്ലേ ഇയാളെ. പ്രതീക്ഷയുടെ നെഞ്ചിടം ധൃതിയിൽ ഉയർന്നു താണു. അവളുടെ കണ്ണുകളിൽ നനവുണ്ടായിരുന്നു.
അതിന് സഖാവ് മരിച്ചില്ലല്ലോ മുത്തശ്ശി, ദേ നോക്ക്. ആഹ്ലാദമായിരുന്നു ആ സ്വരത്തിൽ. മുറിയിൽ വെളിച്ചം കുറവായിരുന്നു. പ്രതീക്ഷ ലൈറ്റ് തെളിച്ചു. അത്ഭുതത്തോടെ മറ്റുള്ളവർ ആ കാഴ്ച കണ്ടു. കുഞ്ഞുകുട്ടി സഖാവിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. രംഗനാഥൻ വൈദ്യൻ അവിശ്വാസത്തോടെ അയാളുടെ നാഡിമിടിപ്പ് പരിശോധിച്ചു. പൂർണ്ണതോതിൽ എത്തിയിട്ടില്ലെങ്കിലും നല്ല പുരോഗതിയുണ്ട്. മോളെ, അയാൾ പ്രതീക്ഷയെ ചേർത്ത് പിടിച്ചു. ഇനി സഖാവ് രക്ഷപ്പെടും, തീർച്ചയാ. അച്ഛാ. പ്രതീക്ഷ കരഞ്ഞുപോയി. ഏയ്. അയാൾ അവളുടെ മൂർധാവിൽ ചുണ്ടമർത്തി. അച്ഛനോട് ക്ഷമിക്ക്. നിന്നെ ഞാൻ ഒരുപാട് നിരുത്സാഹപ്പെടുത്തി. ഇങ്ങനെയൊന്നും പറയാതെ അച്ഛാ. അവൾ രംഗനാഥൻ്റെ വായ്പൊത്തി. തുളസിക്ക് ചിരിക്കാനായില്ല. ഈശ്വരി മുത്തശ്ശിയും ചെറുമകളെ ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു. എനിക്കറിയാമായിരുന്നു എൻ്റെ കുട്ടി വിജയിക്കുമെന്ന്. പുറത്ത് എല്ലാം കേട്ടുനിന്ന ആദിത്യൻ വിളറി. തൻ്റെ ശരീരബലം കുറയുന്നതുപോലെ അവന് തോന്നി. അകത്തേക്ക് കയറി അവനും നോക്കി. സഖാവ് കണ്ണു തുറന്നു കിടക്കുന്നു. പ്രതീക്ഷയുടെ നോട്ടം അവനിൽ ഉടക്കി. ആദിത്യൻ്റെ മുഖം കുനിഞ്ഞു. സഖാവിൻ്റെ വീട്ടിൽ വിവരം പറയണം, പ്രതീക്ഷ മന്ത്രിച്ചു. ഞാൻ പോകാം. ആദിത്യൻ തിടുക്കത്തിൽ 5 സെന്റ് കോളനിയിലേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ സഖാവിൻ്റെ ഭാര്യയും മക്കളും ഓടിവന്നു. ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സഖാവേ. കുഞ്ഞുകുട്ടിയുടെ ഭാര്യ അയാളുടെ മുഖത്ത് തടവി. അത് തിരിച്ചറിഞ്ഞിട്ടെന്ന വണ്ണം സഖാവിൻ്റെ ഇമകൾ അനങ്ങി. പക്ഷേ സംസാരിച്ചില്ല. ഇനി ആരും ഈ മുറിക്കുള്ളിൽ നിൽക്കണ്ട, പ്രതീക്ഷ പറഞ്ഞു. എനിക്ക് ബാക്കി ചികിത്സ തുടങ്ങണം. എല്ലാവരും മുറിയിൽ നിന്ന് ഇറങ്ങി. പ്രതീക്ഷ അവരെ ഓർമ്മിപ്പിച്ചു. സഖാവിനെ കാണാൻ ആരും എവിടേക്ക് വരരുതെന്ന് പറയണം. അതിനുള്ള സമയമായിട്ടില്ല. കുഞ്ഞുകുട്ടിയുടെ ഭാര്യയും മക്കളും അത് സമ്മതിച്ചു. എന്നാൽ കാറ്റിൻ്റെ വേഗത്തിൽ വാർത്ത പരന്നു. ജനം അത്ഭുതപരതന്ത്രരായി. എന്നാലും പരമേശ്വരൻ വൈദ്യൻ കൈവിട്ട കേസ് ആ പെൺകൊച്ചെ ഏറ്റെടുക്കുക, കുഞ്ഞുകുട്ടി രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് പാരമ്പര്യമായി കിട്ടിയ ഗുണമല്ലേ? പരമേശ്വരൻ അങ്ങനെയല്ലല്ലോ. രംഗനാഥൻ വൈദ്യൻ്റെ കൂടെ നിന്ന് അയാൾ പഠിപ്പിച്ചു കൊടുത്തതല്ലേ പരമേശ്വരനറിയൂ. ജനങ്ങൾ അങ്ങനെ പല അഭിപ്രായങ്ങളും തട്ടിവിട്ടു. മണിക്കുട്ടനായിരുന്നു സഖാവിനെക്കുറിച്ചുള്ള വാർത്തയുടെ പ്രചാരകൻ. അവൻ പറഞ്ഞു, രംഗനാഥൻ വൈദ്യന് പോലും അറിയാത്ത ചികിത്സാ രീതികൾ പ്രതീക്ഷയ്ക്ക് അറിയാമെന്നേ. മുത്തശ്ശിയ അവളെയെല്ലാം പഠിപ്പിച്ചത്. സഖാവിൽ വന്ന മാറ്റം ഏറ്റവും ഞെട്ടിച്ചത് പരമേശ്വരൻ വൈദ്യനെയാണ്. കൂട്ടിലടച്ച വെരുകിനെ പോലെ അയാൾ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇടം കൈ ചുരുട്ടി വലതു കൈപ്പത്തിയിൽ അയാൾ ഇടിച്ചു. ഇനി എങ്ങനെ പുറത്തിറങ്ങും? ജനത്തിനിടയിൽ തന്നെക്കുറിച്ചുള്ള മതിപ്പ് കുറഞ്ഞില്ലേ? പിറുപിറുത്തതാണെങ്കിലും ഒരാൾ അത് കേട്ടു. ഭാര്യ മാളവിക. അല്ലെങ്കിൽ തന്നെ മതിപ്പുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്നതല്ലേ? ആളുകൾ ഓരോന്ന് പറയുന്നത് എൻ്റെ കാതിലും എത്താറുണ്ട്. പരമേശ്വരൻ രോഷത്തോടെ തിരിഞ്ഞു. ഏത് നായാടി എന്നെക്കുറിച്ച് പറയുന്നത്? എന്താ പറയുന്നത്? ചോദിച്ചതും അയാൾ കൈവീശി അവരുടെ കവിളത്തൊന്ന് പൊട്ടിച്ചു. ഇറങ്ങിപ്പോടി. അടിയുടെ ആഘാതത്തിൽ വേച്ചുപോയ മാളവിക ഭിത്തിയിൽ പിടിച്ചു നിന്നു. പിന്നെ തിരിഞ്ഞു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊരു ചൊല്ലുണ്ട്. വൈദ്യർ അവരുടെ നേർക്ക് പാഞ്ഞു ചെന്നു. ഇടം കൈ നീട്ടി അവരുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് വലം കൈ മുഖത്തിന് നേർക്ക് ചൂണ്ടി. ഇനി നിന്റെ ഈ വൃത്തികെട്ട നാവു വളച്ച് എന്തെങ്കിലും മൊഴിഞ്ഞാൽ ഭാര്യയാണെന്നൊന്നും നോക്കില്ല ഞാൻ. അയാൾ ശ്വാസം വലിച്ചുവിട്ടു. തുടർന്ന് മാളവികയെ പുറത്തേക്ക് തള്ളിയിട്ട് വാതിൽ വലിച്ചടച്ചു. കടുത്ത ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയായിരുന്നു പരമേശ്വരൻ. എന്തു വന്നാലും കുഞ്ഞുകുട്ടി തുകലയിൽ തറവാട്ടിൽ നിന്ന് ജീവനോടെ മടങ്ങാൻ പാടില്ല. രാവിലെ പണിക്ക് പോകാൻ മുക്കുഴി ജംഗ്ഷനിൽ എത്തിയതാണ് ആദിത്യൻ. ബാലവാടിപ്പടിയിൽ റബ്ബർ തോട്ടത്തിലെ കാട് തെളിക്കണം. അവൻ്റെ സുഹൃത്തുക്കളും പണിക്ക് പോകുന്നുണ്ട്. ബൈക്കിൽ ഹേമന്ത് വന്നു. ഇനി ഹാരിസും സുരേഷും അലക്സും എത്താനുണ്ട്. ബദാം മരത്തിൻ്റെ തണലിൽ ഓട്ടോയുടെ അടുത്ത് നിൽക്കുകയാണ് ആദിത്യൻ. പെട്ടെന്ന് മലയാലപ്പുഴ ഭാഗത്തു നിന്ന് ഒരു ബൊലേറോ തിരിഞ്ഞു വന്ന് അവിടെ സ്ലോ ചെയ്തു. പോലീസ്. മുൻ സീറ്റിൽ SI സക്കീർ മുഹമ്മദ്, പിന്നിൽ സിവിൽ ഡ്രസ്സിൽ വേറെ 2 പേർ. ആദിത്യനെ കണ്ടതും SI ഡ്രൈവറുടെ തോളിൽ തട്ടി. ബൊലേറോ നിന്നു. ഇങ്ങോട്ട് വാടാ. സക്കീർ മുഹമ്മദ് ആദിത്യനെ കൈകാട്ടി വിളിച്ചു. സംശയത്തോടെ അവൻ അടുത്തു ചെന്നു. സ്റ്റാൻഡിലെ ഓട്ടോകളിലിരുന്ന ഡ്രൈവർമാരും ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരും അവിടേക്ക് ശ്രദ്ധിച്ചു. സക്കീർ മുഹമ്മദ് ആദിത്യനെ സൂക്ഷിച്ചു നോക്കി. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? പണിക്ക് പോകാനാ സാറേ, SI അമർത്തി മൂളി. പിന്നെ CI സാറിനെ തല്ലിയ കേസ് ഞാനങ്ങ് വിട്ടുകളഞ്ഞെന്ന് വിചാരിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ പ്രതികളെ ഞാൻ പൊക്കും. ആദിത്യൻ ചിരിച്ചു. ഇതൊക്കെ എന്തിനാ സാറേ എന്നോട് പറയുന്നത്? പ്രതികളെ കണ്ടെത്തേണ്ടത് സാറിൻ്റെ ജോലിയല്ലേ? സക്കീർ മുഹമ്മദ് ഒരിക്കൽ കൂടി മൂളി. പിന്നിലിരുന്ന 2 പേരും ആദിത്യനെ കണ്ണുകൾ കൊണ്ട് അളക്കുകയായിരുന്നു.
അപ്പോൾ അവൻ കരുത്തനും ഭയമില്ലാത്തവനുമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പോകാം, SI ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. ബൊലേറോ തലച്ചിറ ഭാഗത്തേക്ക് തിരിയുമ്പോൾ ഇടതുഭാഗത്ത് മുകളിലേക്കുള്ള വഴി സക്കീർ മുഹമ്മദ് പിന്നിലിരുന്നവർക്ക് കാട്ടിക്കൊടുത്തു. ആ വഴി ചെന്നു നിൽക്കുന്നത് അവൻ്റെ വീട്ടുമുറ്റത്ത്. പിന്നിലിരുന്നവർ ആ ഭാഗം നോട്ട് ചെയ്തു. അവരിൽ തന്നെയായിരുന്നു ആദിത്യൻ്റെ കണ്ണുകൾ. എന്തുകൊണ്ടോ അവനൊരു സന്ദേഹം മണത്തു. അവർ പോലീസുകാർ ആയിരിക്കില്ല. അവരുടെ കണ്ണുകളിൽ കുറ്റവാസന ഒളിഞ്ഞുകിടപ്പില്ലേ? ഹാരിസും സുരേഷും അലക്സും എത്തിയതോടെ അവർ പണിക്ക് പുറപ്പെട്ടു. ഹാരിസിൻ്റെ ബൈക്കിന് പിന്നിലായിരുന്നു ആദിത്യൻ. ആദി, ഒരു കോളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിവെച്ചതാ. ഇന്ന് പത്തനംതിട്ടയ്ക്ക് പോകേണ്ടി വരും. പോകുന്ന വഴി ഹാരിസ് പറഞ്ഞു. എന്താടാ കാര്യം? ആദിത്യന് മനസ്സിലായില്ല. റബ്ബർ തോട്ടത്തിനപ്പുറത്തെ ഫോറസ്റ്റ് ഏരിയയില്ലേ, അവിടെയൊരു കാട്ടുചേനയുണ്ട്. ഇന്ന് നമുക്കത് പൊക്കണം. കാട്ടുചേന, അത് ഔഷധമാണെന്നും അങ്ങാടിക്കടയിൽ കൊടുത്താൽ നല്ല വില കിട്ടുമെന്നും ആദിത്യനറിയാം. പക്ഷേ കിളച്ചെടുക്കുമ്പോൾ സൂക്ഷിക്കണം. അതിൻ്റെ കറ ശരീരത്തിൽ പറ്റിയാൽ ചൊറിച്ചിലടങ്ങില്ല. മാത്രമല്ല, വനത്തിൽ നിന്ന് അത് കിളച്ചെടുക്കുന്നത് ഫോറസ്റ്റുകാർ അറിയാനും പാടില്ല. വൈകിട്ട് 5 മണി. റബ്ബർ തോട്ടത്തിലെ പണി കഴിഞ്ഞയുടൻ 4 പേരും കൂടി വനത്തിലേക്ക് കയറി. വളരെ ശ്രദ്ധയോടെ കാട്ടുചേന അവർ കിളച്ചെടുത്തു. സാമാന്യം വലിയ ഒന്നായിരുന്നു അത്. കയ്യിൽ കറ പറ്റാതിരിക്കാൻ വട്ടയില ചേർത്ത് പിടിച്ച് അവരത് റോഡിലെത്തിച്ചു. ശേഷം റബ്ബറിന് വളം കൊണ്ടുവന്ന ഒരു ചാക്കിനുള്ളിലാക്കി. നേരെ പത്തനംതിട്ടയ്ക്ക് പോകുകയല്ലേ? ഹേമന്ത് ഹാരിസിനോട് തിരക്കി. പിന്നല്ലാതെ. തോട്ടത്തിനരികിലൂടെ ഒഴുകുന്ന തോട്ടിലിറങ്ങി കുളിച്ചിട്ട് അവർ വേഷം മാറി. തുടർന്ന് 2 ബൈക്കുകളിലായി ആ സംഘം പത്തനംതിട്ടയ്ക്ക് തിരിച്ചു. ചേനയടങ്ങിയ ചാക്ക് ബൈക്കിൻ്റെ പിന്നിലിരിക്കുന്ന ആദിത്യൻ മടിയിൽ വച്ചിരിക്കുകയാണ്. പത്തനംതിട്ട അങ്ങാടിക്കടയിൽ അവർ ചേന വിറ്റു. 1000 രൂപ കിട്ടി. ഈ കാശ് ഇന്ന് പൊളിച്ചടുക്കിയിട്ട് പോയാൽ മതി. അലക്സിന് തിടുക്കമായി. പോലീസ് സ്റ്റേഷനടുത്തുള്ള ബിവറേജസ് ഔട്ട്ലെറ്റിൽ കയറി 1 ബോട്ടിൽ റം വാങ്ങി. എതിരെയുള്ള തട്ടുകടയിൽ നിന്ന് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വെള്ളവും ഗ്ലാസും. സന്ധ്യ കഴിഞ്ഞു. സംഘം നേരെ പുതിയപാട് എത്തി. അവിടെ റബ്ബർ തോട്ടത്തിന് നടുവിൽ പരന്ന ഒരു പാറയുണ്ട്. ചില ദിവസങ്ങളിൽ ആദിത്യനും കൂട്ടുകാരും അവിടെ കൂടിയാണ് മദ്യപിക്കുക. അവർ പാറപ്പുറത്ത് കയറി. ഹേമന്ത് പൊറോട്ടയും ചിക്കനും പൊതി അഴിച്ചുവെച്ചു. കുപ്പി തുറന്നത് സുരേഷാണ്. അലക്സ് ഗ്ലാസ്സിലേക്ക് പകർന്ന് ഓരോരുത്തർക്കും കൊടുത്തു. 1/2 മണിക്കൂർ. തീറ്റിയും കുടിയും തീരാറായി. അപ്പോഴാണ് ഹാരിസ് പറഞ്ഞത്. കേട്ടോടാ ആദി, പ്രതീക്ഷയെ നീ വഴക്ക് പറഞ്ഞത് കഷ്ടമായി പോയി. അവൾ കാരണമല്ലേ സഖാവ് ഇപ്പോൾ രക്ഷപ്പെടാൻ തുടങ്ങുന്നത്. നേർത്ത നാട്ടുവെളിച്ചത്തിൽ ആദിത്യൻ സുഹൃത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കും നല്ല വിഷമമുണ്ട്. സാരമില്ല, അവളോട് ഞാൻ ക്ഷമ പറഞ്ഞോളാം. ഏതായാലും പരമേശ്വരൻ വൈദ്യനും സച്ചിദാനന്ദനും വലിയ ഒരടിയായിപ്പോയി ഈ സംഭവം. ഹേമന്ത് കുപ്പിയിലെ വെള്ളം ചരിച്ച് കൈ കഴുകി. ആദിത്യൻ തല കുലുക്കിക്കൊണ്ട് ഒരു സിഗരറ്റ് കത്തിച്ചു. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ട് അവർ മടങ്ങി. നരിക്കുഴി ബ്രദേഴ്സ് ക്ലബിൽ കയറി കുറച്ചുനേരം ചെസ് കളിച്ചു ആദിത്യൻ. 10 മണി. എല്ലാവർക്കുമൊപ്പം അവനും ക്ലബിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു. പകുതി വഴി എത്തിക്കാണും. പൊടുന്നനെ ഇരുവശത്തുമുള്ള ഔഷധത്തോട്ടത്തിൽ കരിയിലകൾ ഇളകി. ആരാടാ അത്? ആദിത്യൻ നിന്നു. നിന്റെ തന്ത. പറഞ്ഞതും വഴിയുടെ ഇരുവശത്തു നിന്നും 2 പേർ വീതം ചാടി വീണു. ഇരുൾ കട്ടകൾ പോലെ. ആസന്നമായ അപകടം ആദിത്യൻ തിരിച്ചറിഞ്ഞു. പക്ഷെ പ്രതിരോധിക്കാൻ സമയം കിട്ടിയില്ല. അതിനു മുൻപ് എന്തോ മുഖമടക്കം ചിതറി വീണു. തീപ്പൊരി പതിച്ചതുപോലെ അവൻ്റെ കണ്ണുകൾ നീറി. മുളകുപൊടിയുടെ ഗന്ധം. ആദിത്യൻ വായുവിൽ കൈ വീശിയടിച്ചു. ആ ക്ഷണം പിറകിൽ നിന്ന് ശിരസിലൊരു താടനം. അവൻ്റെ കണ്ണുകളിൽ ഇരുൾ തിങ്ങി. ഔഷധത്തോട്ടത്തിൽ ഒരു ജീപ്പ് സ്റ്റാർട്ടായി. ലൈറ്റിടാതെ അത് അടുത്തേക്ക് വന്നു. മുഖത്ത് ശക്തിയിൽ വെള്ളം പതിച്ചു. ആദിത്യൻ കണ്ണുകൾ തുറന്നു. ശിരസ് നേരെ നിൽക്കുന്നില്ല. കഴുത്ത് ഒടിഞ്ഞതുപോലെ മുന്നോട്ട് കുനിയുന്നു. എവിടെയാണ് താൻ? വല്ല വിധേനയും മുഖമുയർത്തി അവൻ ചുറ്റും നോക്കി. മങ്ങിയ വെളിച്ചമുള്ള ഒരു വൃത്തികെട്ട മുറി. ദീർഘനാൾ അടഞ്ഞു കിടന്നിരുന്ന ഗോഡവൺ പോലെ. തന്നെ ഒരു തൂണിൽ ചേർത്ത് കെട്ടി നിർത്തിയിരിക്കുകയാണെന്ന് ആദിത്യന് മനസ്സിലായി. അവൻ്റെ കണ്ണുകളിടുങ്ങി. സ്വപ്നമാണോ? അടുത്ത നിമിഷം അല്ലെന്ന് ബോധ്യമായി. മിന്നൽ പിണർ കണക്കെ ഔഷധത്തോട്ടത്തിൽ വെച്ചുണ്ടായ സംഭവം സ്മരണയിലെത്തി. ആരുമില്ലേടാ ഇവിടെ? അവൻ ശബ്ദമുയർത്തി. പെട്ടെന്ന് തൊട്ടടുത്ത വാതിൽ തുറക്കപ്പെട്ടു. ആദിത്യൻ അവിടേക്ക് നോക്കി. 4 പേർ കടന്നുവന്നു. അവരിൽ 2 പേരെ അവൻ തിരിച്ചറിഞ്ഞു. SI സക്കീർ മുഹമ്മദിനൊപ്പം രാവിലെ ജീപ്പിലുണ്ടായിരുന്നവർ. ഓഹോ, ആശാൻ ഉണർന്നോ? ഒരാൾ ചിരിച്ചു. ആദിത്യൻ്റെ കണ്ണുകൾ കുറുകി. ആരുടെ കൊട്ടേഷനാടാ ഇത്? അപ്പോൾ ആശാന് കാര്യം മനസ്സിലായി. കൊട്ടേഷൻ ആരുടേതായാലും കാര്യം വെടുപ്പായി നടന്നാൽ പോരെ. രണ്ടാമനും പരിഹസിച്ചു.
എങ്കിൽ ഒന്നഴിച്ചു വിട്ടിട്ട് പണി നടത്തടാ, ആദിത്യൻ വെല്ലുവിളിച്ചു. കടുവയോട് ആരെങ്കിലും മൽപ്പിടുത്തത്തിന് മുതിരുമോടാ? സിനിമയിലല്ലാതെ. മൂന്നാമൻ പൊട്ടിച്ചിരിച്ചു. ഡേയ്, നാലാമൻ മറ്റുള്ളവർക്ക് നേരെ തിരിഞ്ഞു. ഇവൻ നമ്മുടെ അമ്മായിയുടെ മോനൊന്നുമല്ലല്ലോ. വെറുതെ സംസാരിച്ച് സമയം കളയാൻ. നേരം വെളുക്കും മുൻപ് ബോഡി തിരിച്ച് കൊണ്ടിടണ്ടേ? എടാ, ആദിത്യൻ കടപ്പല്ലമർത്തി. മര്യാദയ്ക്ക് എന്നെ അഴിച്ചുവിട്ടോ, അല്ലെങ്കിൽ നീയും നിന്റെ വീട്ടുകാരും മനസ്സമാധാനത്തോടെ ഉറങ്ങത്തില്ല. 4 പേരും ഒന്നിച്ചു ചിരിച്ചു. പണി തീരും മുൻപ് പ്രവചിക്കാതെ ആശാനെ. അവർ മുറിയുടെ മൂലയിൽ ചാരി വെച്ചിരുന്ന 4 പന്തങ്ങൾ എടുത്തു. തന്നെ കത്തിക്കാനാണോ പദ്ധതി? ആദിത്യൻ അങ്ങനെ സംശയിച്ചു. അടുത്ത സെക്കൻഡിൽ അവൻ തിരിച്ചറിഞ്ഞു, അത് പന്തങ്ങളല്ല, കമ്പിയിൽ തുണി ചുറ്റിയിരിക്കുകയാണ്. ക്ഷമിക്കണം ആശാനെ, ശരീരത്തിൻ്റെ പുറമെ പാടൊന്നും വരാതിരിക്കാനാ. പറഞ്ഞതും ആദിത്യയാൾ ഒറ്റയടി അവൻ്റെ നെഞ്ചിനു കുറുകെ. ആദിത്യൻ അലറിക്കരഞ്ഞു. ആ ശബ്ദം മുറിയെ വിറപ്പിച്ചു. കരഞ്ഞോ? അടിച്ചയാൾ ക്രൂരമായി ചിരിച്ചു. ഇവിടേക്ക് പ്രേതങ്ങൾ പോലും വരില്ല. പിന്നെ തുരുതുരെ അടി വീണു. ആദിത്യൻ്റെ നെഞ്ചിലും വയറ്റത്തും തുടകളിലും മുഖത്തുമടക്കം. പാമ്പിനെ തല്ലിക്കൊല്ലുന്നതുപോലെ 4 പേർ ചുറ്റും നിന്ന് അടിക്കുകയാണ്. ഓരോ അടിയിലും തൻ്റെ ശരീരത്തിനേൽക്കുന്ന ക്ഷതം ആദിത്യന് ബോധ്യം വന്നു. കരയാനുള്ള അവൻ്റെ ശേഷി പോലും കുറഞ്ഞു. റബ്ബർ പാവയിൽ അടിക്കുന്നതുപോലെയുള്ള ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. ഇനി 3 മാസം തികച്ച് നീ ഭൂമിക്ക് മുകളിലുണ്ടാവില്ല. ഒരാൾ അലറി. ആദിത്യൻ വായ് തുറന്നു. അതുവഴി കൊഴുത്ത ചോര ഉമിനീരിൽ കലർന്ന് താടിയിലൂടെ ഒഴുകി നെഞ്ചിലേക്ക് വീണു. അവൻ്റെ ശിരസ് മുന്നോട്ട് തൂങ്ങിക്കിടന്നു. രാത്രിയിലെപ്പോഴോ ഹാരിസിൻ്റെ സെൽഫോൺ ശബ്ദിച്ചു. ഞെട്ടിയുണർന്ന് അവൻ ഫോണെടുത്തു നോക്കി. ആദിത്യൻ്റെ വീട്ടിൽ നിന്നാണ്. സംശയത്തോടെ അവൻ കോൾ എടുത്തു. എന്താ ആദിത്യ? ആദിത്യനല്ല, ഞാനാ. പ്രതീക്ഷയുടെ ശബ്ദം. എന്താ പ്രതീക്ഷേ? ഏട്ടൻ എവിടെ പോയതാണെന്ന് അറിയാമോ? ഹാരിസ് എഴുന്നേറ്റിരുന്നു. അവനങ്ങ് വന്നില്ലേ? ഇല്ല. 10 മണിക്ക് ഞങ്ങൾ ക്ലബിൽ നിന്ന് പിരിഞ്ഞതാണല്ലോ. നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയെ അവൻ നടന്നു വരുന്നതും കണ്ടതാ. അപ്പുറത്തും മൗനം. പിന്നെ കോൾ മുറിഞ്ഞു. ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് പ്രതീക്ഷ രംഗനാഥൻ വൈദ്യൻ്റെ അടുത്തേക്കോടി. തുളസിയും മുത്തശ്ശിയുമൊക്കെ കാത്തിരിക്കുകയായിരുന്നു. പ്രതീക്ഷ വിവരം പറഞ്ഞു. വല്ല ഇഴജന്തുക്കളും കടിച്ച് അവൻ വഴിയിൽ കിടക്കുകയാണോ ഭഗവതി? മുത്തശ്ശിക്ക് ആദിയായി. രംഗനാഥനും പ്രതീക്ഷയും അപ്പോൾ തന്നെ ടോർച്ചുമായി ഇറങ്ങി. വഴിയിൽ എന്തോ കിടക്കുന്നത് കണ്ട് പ്രതീക്ഷ അതിലേക്ക് വെളിച്ചമടിച്ചു. 2 ചെരുപ്പുകൾ. അല്പം അകലത്തിലാണ് അവ കിടക്കുന്നത്. പ്രതീക്ഷ കുനിഞ്ഞ് അതെടുത്തു. ചെരുപ്പ് ആദിത്യൻ്റേതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഉൾക്കിടലത്തോടെ രംഗനാഥനും മകളും പരസ്പരം നോക്കി. നേരം പുലർന്നു. ആദിത്യൻ മടങ്ങിയെത്തിയില്ല. തുകലയിൽ തറവാട്ടിൽ രാത്രി ആരും ഉറങ്ങിയിരുന്നില്ല. ആർക്കോ ഫോൺ ചെയ്തുകൊണ്ട് പ്രതീക്ഷ തൊടിയിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് താഴെ ഔഷധത്തോട്ടത്തിൽ കാക്കകളുടെ കൂട്ടക്കരച്ചിൽ കേട്ടത്. പ്രതീക്ഷ അവിടേക്ക് നോക്കി. അസംഖ്യം കാക്കകൾ വൃക്ഷത്തലപ്പുകളിലേക്ക് മാറി മാറി പറന്നിരുന്നു. വട്ടം ചുറ്റിയും അവ താഴേക്ക് നോക്കി കരയുകയാണ്. എന്തെങ്കിലും കാര്യമില്ലാതെ കാക്കകൾ അങ്ങനെ കരയില്ലെന്ന് അവൾക്കറിയാം. അതിദ്രുതം അവൾ താഴേക്കുള്ള വഴിയെ ഓടി. അവിടെ ഔഷധത്തോട്ടത്തിൽ അവൾ കണ്ടു വലിയ ഒരു ചാക്കുകെട്ട്. ആരോ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് പോലെ. അധ്യായം 12. പ്രതീക്ഷയുടെ കണ്ണുകൾ ആ വലിയ ചാക്കുകെട്ടിൽ പതിഞ്ഞു. സാധാരണ ഇവിടെയാരും വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളാറില്ല. കലുങ്കിനടിയിലോ തോട്ടിലോ ഒക്കെയാണ് അങ്ങനെ കാണാറുള്ളത്. അടുത്ത നിമിഷം തീപിടിച്ച അനേകം ചിന്തകൾ അവളുടെ മനസ്സിലൂടെ ശരവേഗത്തിൽ പാഞ്ഞു. എന്താ മോളെ അവിടെ? പൊടുന്നിനെ പിന്നിൽ നിന്ന് ശബ്ദം കേട്ട് പ്രതീക്ഷ തിരിഞ്ഞു നോക്കി. രംഗനാഥൻ വൈദ്യൻ. അച്ഛാ. പൂർത്തിയാക്കാതെ അവൾ ചാക്കുകെട്ടിന് നേർക്ക് കൈ ചൂണ്ടി. വൈദ്യൻ്റെ പുരുകം ചുളിഞ്ഞു. ചാക്കുകെട്ട് ഒന്നനങ്ങിയതുപോലെ. അപ്പോഴാണ് ഒരു ബൈക്കിൻ്റെ ഒച്ച കേട്ടത്. അതിവേഗം അങ്ങോട്ട് വരികയായിരുന്നു ഹാരിസ്. രംഗനാഥനെയും പ്രതീക്ഷയെയും കണ്ട് അവൻ ബൈക്ക് നിർത്തി. ആദിത്യൻ വന്നോ? ഹാരിസ് തിടുക്കപ്പെട്ടു ചോദിച്ചു. ഇല്ല. പരിഭ്രമത്തോടെ പ്രതീക്ഷ ചാക്കുകെട്ടിലേക്ക് ചൂണ്ടി. രാവിലെ നോക്കുമ്പം ഇതിവിടെ കിടക്കുന്നു. ഹാരിസ് ബൈക്കിൽ നിന്ന് ചാടിയിറങ്ങി. ചാക്കിൻ്റെ മൂടി കെട്ടിയിരുന്ന ചണച്ചരട് വേഗം അവൻ അഴിച്ചു വിടർത്തി. ഈശ്വര! അവൻ്റെ നാവിൽ ശബ്ദം മുറിഞ്ഞു. ആദ്യം കണ്ടത് ചോര പറ്റിയ ഒരു ശിരസ്. ഞെട്ടൽ മാറുന്നതിന് മുൻപ് തന്നെ ഹാരിസ് ചാക്ക് താഴേക്ക് മാറ്റി. അതിൽ അർദ്ധനഗ്നമായ ഒരു ശരീരം, അടിയേറ്റ് കരുവാളിച്ച പാടുകളോടെ. ഏട്ടാ! പ്രതീക്ഷ അലറിക്കരഞ്ഞു. മോനെ! രംഗനാഥനും വിലപിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഹാരിസിൻ്റെ ശബ്ദമുയർന്നു. ഇത് ആദിയല്ല. ഇരുവരുടെയും നിലവിളി പെട്ടെന്ന് നിന്നു. പിന്നെ ആരാ? ഹാരിസ് ആ മനുഷ്യൻ്റെ മുഖം ഉയർത്തു നോക്കി.
ഇത് SI സക്കീർ സാറാണല്ലോ. അവിശ്വസനീയമായ ഭാവത്തിൽ അച്ഛനും മകളും പരസ്പരം കണ്ണയച്ചു. SI സക്കീർ മുഹമ്മദ് ഒന്ന് ഞരങ്ങി. മരിച്ചിട്ടില്ല. പ്രതീക്ഷ പെട്ടെന്ന് പോലീസിൽ വിവരമറിയിക്കുക. ഞാൻ ഫോൺ എടുത്തിട്ടില്ല. ഹാരിസ് തിടുക്കപ്പെട്ടു. മുക്കുഴി ജംഗ്ഷനിൽ ഏതാനും പേർ എത്തിയിരുന്നു. ഹാരിസ് ഉച്ചത്തിൽ അവരെ വിളിച്ചു. അവർ ഓടിയെത്തി. എല്ലാവരും ചേർന്ന് സക്കീർ മുഹമ്മദിന്റെ ശരീരം ചാക്കിൽ നിന്ന് പുറത്തെടുത്ത് വഴിയിൽ കിടത്തി. അപ്പോഴേക്കും തുളസിയും ഈശ്വരി മുത്തശ്ശിയും അവിടെ എത്തി. സക്കീർ മുഹമ്മദിന്റെ വയറ്റത്തേക്ക് നോക്കിയപ്പോൾ ആളുകളുടെ ശ്വാസം വിലങ്ങി. കുത്തുകൊണ്ട പാടുകൾ. അതുവഴി ഇപ്പോഴും ചോര പതച്ചിറങ്ങുന്നു. പ്രതീക്ഷ വിറയലോടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ഹാരിസിന് നേരെ നീട്ടി. എനിക്ക് സ്റ്റേഷനിലെ നമ്പർ അറിയില്ല. ഹാരിസ് ഫോൺ വാങ്ങി. എന്നിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വിവരം പറഞ്ഞു. ജംഗ്ഷനിലേക്ക് വരുന്ന ആളുകൾ പിന്നെയും അവിടേക്ക് എത്തിക്കൊണ്ടിരുന്നു. 10 മിനിറ്റ്. സൈറൻ ഇട്ടുകൊണ്ട് പോലീസ് ജീപ്പ് പാഞ്ഞെത്തി. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാജേന്ദ്രനും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ജോസഫും ഹരിലാലും ചാടിയിറങ്ങി. എന്താണുണ്ടായതെന്ന് ഏതാനും വാക്കുകളിൽ ചോദിച്ചറിഞ്ഞിട്ട് SIയെ അവർ ജീപ്പിന് പിന്നിലേക്ക് കയറ്റി. നീയും കൂടി വാ, ജോസഫ് ഹാരിസിനോട് പറഞ്ഞു. അവനും കയറി. ജീപ്പ് പാഞ്ഞുപോയി. ഒന്നും മനസ്സിലാകാതെ മറ്റുള്ളവർ പകച്ചു നിന്നു. ആദി എന്തിയെ? നാട്ടുകാരിൽ ഒരാൾ പ്രതീക്ഷയോട് തിരക്കി. അറിയില്ല. അത് കേട്ട് ആളുകൾ പരസ്പരം നോക്കി. മടങ്ങിപ്പോകുന്നതിനിടയിൽ ആരോ പിറുപിറുക്കുന്നത് അവർ കേട്ടു. ഇനി അവനെങ്ങാനുമാണോ ഇത് ചെയ്തത്? എന്നിട്ട് മുങ്ങിയതാണോ? അതല്ലാതെ ഇങ്ങനെയൊരു കൃത്യം SIയോട് ചെയ്യാൻ ആർക്കാണിവിടെ ധൈര്യം? വാളുകൊണ്ട് നെഞ്ചിൽ വെട്ടുകിട്ടിയതുപോലെ തോന്നി പ്രതീക്ഷയ്ക്ക്. ഏട്ടൻ. സമയം ഉച്ച കഴിഞ്ഞു. ഇതിനിടെ പത്തനംതിട്ടയിൽ നിന്ന് DYSP കുരുവിള ജോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തുകലയിൽ തറവാട്ടിലെത്തി. എല്ലാവരെയും അവർ ചോദ്യം ചെയ്തു. പ്രത്യേകിച്ചും സംഭവം ആദ്യം കണ്ട പ്രതീക്ഷയെ. എല്ലാ കാര്യവും അവൾ തുറന്നു പറഞ്ഞു. DYSP അമർത്തിമൂളി. അപ്പോൾ ആദിത്യനെ ഇന്നലെ മുതൽ കാണാനില്ല അല്ലേ? അയാൾ ചിന്തയോടെ മേശയിൽ തടവി. ഇല്ല സർ, പ്രതീക്ഷ പറഞ്ഞു. അവൻ്റെ സെല്ലിൽ വിളിച്ചു നോക്കിയോ? അത് സ്വിച്ച് ഓഫ് ആണ് സർ. DYSP തലയാട്ടി. ആദിത്യന് സക്കീർ മുഹമ്മദിനോട് പകയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ അതിന് മറുപടി പറയേണ്ടി വരും. SIയെ ആക്രമിച്ചിട്ട് അവൻ എവിടെ പോയി ഒളിച്ചിരുന്നാലും ഞാൻ പൊക്കിയിരിക്കും. DYSP കസേരയിൽ നിന്ന് എഴുന്നേറ്റു. പോലീസുകാർ മുറ്റത്ത് നിൽക്കുകയാണ്. ഉമ്മറത്ത് നിന്ന് കുരുവിള ജോൺ മുറ്റത്തേക്കിറങ്ങി. സാറേ, പെട്ടെന്ന് പ്രതീക്ഷ വിളിച്ചു. കുരുവിള ജോൺ തോണിന് പുറത്തുകൂടി തലതിരിച്ചു. എന്താ? എൻ്റെ ഏട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. DYSPയുടെ മുഖത്ത് ഒരു പുച്ഛഭാവം മിന്നി. പിന്നെ അത് ഞങ്ങൾക്കറിയാം. ഉദാഹരണത്തിന് CI ആൽവിൻ ആന്റണി ഞങ്ങളുടെ മുന്നിലുണ്ടല്ലോ. പ്രതീക്ഷയുടെ മുഖം കുനിഞ്ഞു. എൻ്റെ അനുവാദം കൂടാതെ ഈ വീട്ടിലെ ഒറ്റയാളും ഒരിടത്തേക്കും പോകാൻ പാടില്ല. മനസ്സിലായോ? കുരുവിള ജോൺ ഓർമ്മപ്പെടുത്തി. രംഗനാഥൻ വൈദ്യനും തുളസിയും ഈശ്വരി മുത്തശ്ശിയും തലയാട്ടി. മുക്കുഴി ജംഗ്ഷനിലെത്തിയ പോലീസ് സംഘം അവിടെയുണ്ടായിരുന്ന ഓട്ടോക്കാരോടും പീഡികക്കാരോടുമെല്ലാം വിവരം തിരക്കി. ആദിത്യൻ്റെ സുഹൃത്തുക്കളായ സുരേഷും ഹേമന്തും അലക്സും അടുത്ത ദിവസം രാവിലെ തൻ്റെ ഓഫീസിലെത്തണമെന്ന് പറയാനും അവരെ ചുമതലപ്പെടുത്തി. ഹാരിസിനെ ഹോസ്പിറ്റലിൽ വെച്ച് കുരുവിള ജോൺ കണ്ടിരുന്നു. 5 മണി. പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് SI സക്കീർ മുഹമ്മദിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പോലീസ് ആദിത്യനു വേണ്ടിയുള്ള ഊർജിതമായ തിരച്ചിലും ആരംഭിച്ചു. സന്ധ്യ. ആ പഴയ കെട്ടിടത്തിൽ തൂണിൽ ചാരിയ നിലയിലിരിക്കുകയാണ് ആദിത്യൻ. കൈകൾ പിന്നിലേക്ക് വളച്ചു കെട്ടിയ നിലയിൽ തന്നെ. നിൽക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ അവൻ ഈ നിലയിലേക്ക് ഊർന്നു വീണുപോയതാണ്. പുറത്ത് തന്നെ ആക്രമിച്ചവരുടെ സംസാരവും ചിരിയും അവൻ കേട്ടു. മദ്യത്തിൻ്റെയും ഭക്ഷണസാധനങ്ങളുടെയും ഗന്ധവും തിരിച്ചറിഞ്ഞു. ഒരു തുള്ളി വെള്ളം പോലും ആരും അവനു കൊടുത്തില്ല. നാവു നീട്ടി വരണ്ട ചുണ്ട് നനയ്ക്കാൻ ആദിത്യൻ ശ്രമിച്ചു. പക്ഷേ നാവും വരണ്ടുപോയിരുന്നു. തലേ രാത്രിയിലെ സംഭവം ഒരു ഇടിമിന്നലായി അവൻ്റെ മനസ്സിൽ തറഞ്ഞു നിന്നിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് നടന്നത്. ഇവന്മാർ തന്നെ ക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരുന്നു SI സക്കീർ മുഹമ്മദിൻ്റെ വരവ്. ആഹാ, തിരുമ്മും ഒഴിച്ചിലുമൊക്കെ നടക്കുന്നതേയുള്ളോ? തന്നെ നോക്കി അയാൾ ക്രൂരമായി ചിരിച്ചു. കൊല്ലരുതെന്ന സാറേ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കൽപ്പന. ആൽവിൻ സാറിൻ്റെ. അതുകൊണ്ട് ഇങ്ങനെ മെച്ചം വച്ചിരിക്കുന്നത്. ഇനി ജീവിക്കുന്ന കുറച്ചുകാലം ഇവൻ ആൽവിൻ സാറിനോട് ചെയ്തതൊക്കെ ഓർക്കണം. അതിനു വേണ്ടിയാ. ഒരാൾ ചിരിച്ചു. സക്കീർ മുഹമ്മദ് തലയാട്ടി. എന്തായി കാര്യമെന്നറിയാൻ ഞാൻ വന്നേയുള്ളൂ. ആൽവിൻ സാറ് പറഞ്ഞേൽപ്പിച്ചിരുന്നേ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. തന്നെ പരിഹാസഭാവത്തിൽ ഒന്നുകൂടി നോക്കിയിട്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയായിരുന്നു സക്കീർ മുഹമ്മദ്.
പെട്ടെന്ന് 4 പേരിൽ ഒരാളുടെ ഫോൺ ശബ്ദിച്ചു. ആൽവിൻ സാറാ. എടുത്തു നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. സക്കീർ മുഹമ്മദ് നിന്നു. ഫോൺ അറ്റൻഡ് ചെയ്തവൻ അത് സ്പീക്കർ മോഡലിട്ടു. സക്കീർ വന്നോടാ? അപ്പുറത്തുനിന്ന് ചോദ്യം കേട്ടു. ഞാനിവിടെ ഉണ്ട് സർ. മറുപടി പറഞ്ഞത് SI ആണ്. നന്നായി. അപ്പുറത്ത് CAയുടെ മുഴക്കമുള്ള ചിരി. സക്കീറെ, നീ അവനെ കസ്റ്റഡിയിൽ എടുക്കാഞ്ഞിട്ടല്ലേ എനിക്കിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്? അത് പിന്നെ സാർ, തെളിവോ സാക്ഷികളോ ഇല്ലാതെ. അയാൾ മുഴുമിപ്പിക്കും മുമ്പ് ആൽവിൻ ആൻ്റണി ചീറി. തെളിവും സാക്ഷിയും കോപ്പ്. എടോ സക്കീറെ, ഒരുത്തനെ പിടിക്കാനും ഇടിക്കാനും എന്തിനാടോ തെളിവും സാക്ഷിയും? അതിനുവേണ്ടി കാത്തിരുന്നാൽ പല കേസുകളും തെളിയിക്കപ്പെടത്തില്ലടോ. സർ, എന്നാലും എനിക്ക് ബുദ്ധിമുട്ടാണ്. സക്കീർ മുഷിഞ്ഞു. അതൊന്നുമല്ലടോ കാര്യം. തനിക്ക് പേടിയാ അവൻ്റെ കൂട്ടുകാർ കയറി പൂളുമെന്ന്. താനൊക്കെ എന്തിനാടോ പോലീസാണെന്നും പറഞ്ഞ് നടക്കുന്നത്? സക്കീർ മുഹമ്മദിൻ്റെ മുഖമിരുണ്ടു. സർ, ഞാൻ ഈ ചെയ്തത് തന്നെ എനിക്ക് സാറിനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാ. അല്ലെങ്കിൽ ഞാൻ ഇതിനൊന്നും കൂട്ടുനിൽക്കത്തില്ലായിരുന്നു. സാറ് ക്ഷമിക്കണം. ആൽവിൻ ആൻ്റണിയുടെ ശബ്ദം മാറിയത് പെട്ടെന്നാണ്. എങ്കിൽ പിന്നെ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും സക്കീറെ? ഇനിയാണെങ്കിലും നീ കാലും മാറിയാലോ? അങ്ങനെ ചെയ്യത്തില്ല സാർ. ഞാനും കുടുങ്ങുന്ന കേസല്ലേ. എനിക്ക് വിശ്വാസമല്ല സക്കീറെ. തുടർന്ന് തൻ്റെ ആളുകൾക്ക് ആൽവിൻ ആൻ്റണി നിർദ്ദേശം കൊടുത്തു. എടാ പിള്ളേരെ, ചാഞ്ചാടി നിൽക്കുന്നവരെ ഒരിക്കലും നമ്പരുത്. അതുകൊണ്ട് സക്കീറിനെ അങ്ങ് തീർത്തര്. എന്നിട്ട് ആദിത്യൻ്റെ പടിക്കൽ തന്നെ കൊണ്ടിട്. അവൻ്റെ അക്കൗണ്ടിലിരിക്കട്ടെ ആ മർഡർ. SIയെ കൊന്നിട്ട് ആദിത്യൻ നാടുവിട്ടു. അങ്ങനെയേ കരുതൂ മറ്റുള്ളവർ. സക്കീർ മുഹമ്മദ് നടുങ്ങിപ്പോയി. സർ, അയാൾ അലറി. ഒരുവൻ ആ സെക്കൻഡിൽ തന്നെ വടിവാൾ വലിച്ചെടുത്ത് സക്കീർ മുഹമ്മദിൻ്റെ വയറ്റിൽ കുത്തി. 4-5 തവണ അത് ആവർത്തിച്ചു. പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല സക്കീറിന്. താഴെ വീണ അയാളെ ഗുണ്ടകൾ ഇരുമ്പു വടികൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചു. അവസാനം ഒരു പ്ലാസ്റ്റിക് ചാക്കിനുള്ളിലാക്കി. അത്രയും നേരം ഫോൺ കട്ട് ചെയ്തിരുന്നില്ലെന്നും ആദിത്യൻ ഓർമ്മിച്ചെടുത്തു. താൻ നടുങ്ങിയിരിക്കുമ്പോഴാണ് ആൽവിൻ ആൻ്റണിയുടെ ശബ്ദം കേട്ടത്. കഴിഞ്ഞോടാ? കഴിഞ്ഞു സാർ, ഒരാൾ പറഞ്ഞു. എങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയിൽ ചെറിയൊരു മാറ്റം. ആദിത്യനിനി പുറം ലോകം കാണണ്ട. ജീവനോടെ തന്നെ അവനെ കുഴിച്ചു മൂടണം. അത് നാളെ മതി. അതിനു മുൻപ് ഞാൻ അവിടെ എത്തും. അവനെ മൂടുന്നത് എനിക്ക് കാണണം. നിങ്ങൾ കുഴിയൊരുക്കിയിട്ടര്. ശരി സാർ. അയാൾ കോൾ കട്ട് ചെയ്തു. ഗുണ്ടാസംഘം ഉടൻ തന്നെ സക്കീർ മുഹമ്മദിൻ്റെ ശരീരം അടങ്ങിയ ചാക്കുമായി പോവുകയും ചെയ്തു. എടാ, വാതിൽ തുറന്നുകൊണ്ട് ഒരു വിളി കേട്ടു. ആദിത്യൻ ചിന്തയിൽ നിന്ന് ഞെട്ടിയുണർന്നു. പിന്നെ പണിപ്പെട്ട് മുഖം ഉയർത്തി നോക്കി. വാതിൽക്കൽ ഒരാൾ നിൽക്കുന്നു. സക്കീർ മുഹമ്മദിനെ കുത്തിയവൻ. താൻ കേൾക്കെ ഇവരാരും പരസ്പരം പേര് വിളിച്ചിട്ടില്ലെന്ന് ആദിത്യനോർത്തു. വാതിൽക്കൽ നിന്നവൻ ഒരു പിക്കാസ് ഉയർത്തിക്കാട്ടി. നിനക്കുള്ള കുഴിയെടുക്കാൻ പോകുക ഞങ്ങള്. ജീവനോടെ നിനക്ക് മണ്ണിനടിയിൽ കിടക്കാം. വരുന്നുണ്ട് ആൽവിൻ സാർ ഇങ്ങോട്ട്. അത്രയും പറഞ്ഞിട്ട് അയാൾ വാതിലടച്ചു. ഏതു നിമിഷവും മരിക്കാമെന്ന് മനസ്സിലാക്കിയ അറുവുമാടിനെ പോലെ ആദിത്യൻ നിസ്സഹായതയോടെ ഇരുന്നു. പുറത്തെ ഇരുട്ടിൽ കുഴി വെട്ടുന്നതിൻ്റെ അവ്യക്തമായ ശബ്ദം കേട്ടു തുടങ്ങി. ആദിത്യൻ്റെ നെഞ്ചിടിപ്പും ക്രമാതീതമായി വർദ്ധിച്ചു. 1 മണിക്കൂറോളം കഴിഞ്ഞു. പുറത്ത് ഒരു വാഹനം വന്നു നിൽക്കുന്നതിൻ്റെ ശബ്ദം. ആദിത്യൻ വാതിൽക്കലേക്ക് ശ്രദ്ധിച്ചിരുന്നു. വാഹനത്തിൻ്റെ ഡോറുകൾ തുറന്നടയുന്നു. പിന്നെ അടുത്തു വരുന്ന കാലടി ഒച്ചകൾക്കൊപ്പം എന്തിൻ്റെയോ ചക്രങ്ങൾ ഉരുളുന്നതുപോലെ. അടുത്ത നിമിഷം വാതിൽ തുറക്കപ്പെട്ടു. അകത്തേക്ക് ഉരുണ്ടുവരുന്ന ഒരു വീൽചെയറിൻ്റെ ചക്രങ്ങളാണ് ആദ്യം കണ്ടത്. ആദിത്യൻ്റെ കണ്ണുകൾ മെല്ലെ മുകളിലേക്ക് ഉയർന്നു. വീൽചെയറിൽ CI ആൽവിൻ ആൻ്റണി. കൊടും കുറ്റവാളിയെപ്പോലെ തോന്നിക്കുന്ന ഒരാളാണ് അയാളെ തള്ളിക്കൊണ്ടുവരുന്നത്. ആദിത്യൻ്റെയും CIയുടെയും നോട്ടമുനകൾ കൂട്ടിമുട്ടി. വീൽചെയർ അവൻ്റെ തൊട്ടു മുൻപിൽ നിന്നു. എഴുന്നേറ്റ് നടക്കുന്നതുവരെ കാത്തിരിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ലടാ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയിങ്ങ് വന്നത്. ആൽവിൻ ആൻ്റണി ക്രൂരമായി ചിരിച്ചു. എഴുന്നേൽക്കാനാവാതെ നീ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ എനിക്ക് സുഖമാ. ഇനി നിന്നെ അടക്കം ചെയ്യുന്നത് കാണുമ്പം അതിലേറെ സുഖമായിരിക്കും. ആദിത്യൻ മുഖം വെട്ടിച്ച് നീട്ടിത്തുപ്പി. ആണത്തമില്ലാത്തവന്മാരാടാ നിന്നെപ്പോലെ ഇങ്ങനെ ആൾക്കാരെ കൂലിക്കെടുക്കുന്നത്. എനിക്കിപ്പം തീരെ വയ്യെങ്കിലും ഈ കെട്ടൊന്ന് അഴിച്ചു തരാൻ പറയടാ നിന്റെ കൂലിപ്പട്ടികളോട്. എന്തായാലും ഞാൻ ചാകും. എങ്കിൽ പിന്നെ പൊരുതി ചത്തു കാണിക്കാമെടാ. കൗതുകം ഭാവിച്ച് ആൽവിൻ ആൻ്റണി പൊട്ടിച്ചിരിച്ചു. അഴിച്ചുവിട്ടാലും നിനക്കൊരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മരിക്കും മുൻപ് നിന്നെ ഞാനൊരു സന്തോഷകരമായ കാര്യം പറഞ്ഞു കേൾപ്പിക്കാം. എൻ്റെ ഈ കാലൊന്ന് ശരിയായിക്കോട്ടെ. നിന്റെ ഒരു പെങ്ങളുണ്ടല്ലോ, അതിസുന്ദരി. അവളെയും ഞാൻ ഇവിടെ വരുത്തും. അവൾ എൻ്റെ ഈ കൈകളിൽ കിടന്ന് പിടയും.
ആൽവിൻ ആന്റണി തൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു കാണിച്ചു. ആദിത്യൻ്റെ സകല ക്ഷമയും മറ്റു. അവൻ കാലുകൾ ഉയർത്തി ഒറ്റച്ചവിട്ട് സിഐയുടെ ഓപ്പറേഷൻ ചെയ്ത കാലും വീൽചെയറും ചേർത്ത്. അലറിപ്പോയി അയാൾ. അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ കസേരയിൽ പിടിച്ച് പുറകിൽ നിന്നിരുന്നവൻ ഒരു വശത്തേക്ക് വേച്ചു. പിന്നോട്ട് ഉരുണ്ടുപോയ കസേര ഭിത്തിയിൽ ചെന്നിടിച്ചു. ബാലൻസ് തെറ്റിയ ആൽവിൻ ആന്റണി അടുത്ത വിലാപത്തോടെ മുന്നോട്ട് കമിഴ്ന്നു വീണു. ആദിത്യൻ്റെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി. വാസു തറയിൽ കിടന്നുകൊണ്ട് ആന്റണി ഞരങ്ങി. കസേര തള്ളിക്കൊണ്ടു വന്നയാൾ അയാളെ താങ്ങിയെടുത്ത് വീണ്ടും അതിലിരുത്തി. വേദന കൊണ്ട് അയാൾ പൊളിഞ്ഞു. തൻ്റെ കാൽമുട്ട് വീണ്ടും തകർന്നെന്ന് ആൽവിൻ ആന്റണിക്ക് ഉറപ്പായി. വാസു, കുഴിയെടുത്തത് മതിയെന്ന് പറയടാ അവരോട്. ഇവനെ കൊണ്ടുപോയി കുഴിച്ചു മൂട്. ആൽവിൻ ആന്റണി പല്ലുകൾ കടിച്ചു പിടിച്ചിരുന്ന് വിറച്ചു. വാസു ആദ്യം ആദിത്യൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. പിന്നെ അവൻ്റെ നെഞ്ചിൽ ഒരു ചവിട്ട്. ആദിത്യൻ്റെ വായിൽ നിന്ന് വായു മാത്രം പുറത്തേക്ക് തള്ളി. വാസു പുറത്തേക്കോടി. ഒരു നിമിഷത്തിനുള്ളിൽ മറ്റു 4 പേരുമായി അയാൾ തിരിച്ചു വന്നു. ആദിത്യനെ അവർ തൂണിൽ നിന്ന് അഴിച്ചു. കുതിറി രക്ഷപ്പെടാൻ അവനൊരു ശ്രമം നടത്തി. കഴിഞ്ഞില്ല. ആദ്യം ആദിത്യൻ്റെ കാലുകളും പിന്നീട് കൈകളും അവർ വരിഞ്ഞുകെട്ടി. ശേഷം നിലത്തുകൂടി വലിച്ചിഴച്ചു കൊണ്ടുപോയി. വാലിൽ പിടിച്ചു വലിക്കപ്പെടുന്ന ഒരു പാമ്പിനെ പോലെ ആദിത്യൻ പിടഞ്ഞുകൊണ്ടിരുന്നു. സർ. വാസു ആൽവിൻ ആന്റണിയുടെ വീൽചെയറിനരികിൽ ചെന്നു. സാറിനെ വണ്ടിയിൽ കയറ്റട്ടെ? എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോകാം. വരട്ടെ. അയാൾ കൈ ഉയർത്തി. ആദ്യം നീ എന്നെ കുഴിയുടെ അടുത്തേക്ക് കൊണ്ടുപോ. അവൻ്റെ വായിൽ മണ്ണ് വീഴുന്നത് എനിക്ക് കാണണം. വാസു വീൽചെയർ പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോയി. നിലാവ് പരന്നു കിടക്കുന്ന പുറമ്പോക്ക് ഭൂമി. അവിടെ എടുത്തിരിക്കുന്ന 6 അടി നീളവും 3 അടി താഴ്ചയുമുള്ള കുഴി. ചത്ത തെരുവ് പട്ടിയെ എന്ന പോലെ ആദിത്യനെ അവർ ആ കുഴിയിലേക്ക് വലിച്ചിട്ടു. അടുത്ത ഭാഗം നാളെ.